ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമീസിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓഷ്യൻസ്, സമുദ്രം എന്ന ഭാഗത്ത് നിന്നുള്ള മൂന്നാമത്തെ വീഡിയോയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ കടലിടുക്കുകളെ പറ്റി പരിചയപ്പെടുന്നതാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രവാഹങ്ങൾ നോക്കി. ഏതൊക്കെ പ്രവാഹങ്ങളാണ്? അത് ഉഷ്ണമാണോ, ശൈത്യമാണോ, ഓക്കെ, വാമാണോ, കോൾഡ് ആണോ എന്നൊക്കെ നമ്മൾ കോഡിലൂടെ നോക്കി. ഏതൊക്കെ സമുദ്രത്തിലെ ഏതൊക്കെ പ്രവാഹങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ രസകരമായ ഒരു യാത്രയിലൂടെ, ഒരു കഥയിലൂടെ പറഞ്ഞു പോയി. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കനാലുകളാണ്. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ട് രണ്ട് ചോദ്യം. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയ പ്രവാഹത്തിൽ ഖുറേഷി പ്രവാഹം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയ ഗ്രാൻഡ് കനാൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുന്നേ ആയിട്ട് ആഞ്ജനേയ ടെക് അക്കാഡമീസിന്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് കടലിടുക്കുകൾ എന്ന ഭാഗത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മലാക്ക സ്ട്രെയിറ്റ്, മലാക്ക കടലിടുക്ക്. ഓക്കെ, മലാക്ക കടലിടുക്ക് ഇത് മലേഷ്യയും ഇന്തോനേഷ്യയിലെ സുമാത്രയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞ് കാര്യം നോക്കാം. മാലാഖയായ സുമിത്രയുടെ പിൻ നമ്പർ മലേഷ്യയിലാണ്. സുമിത്ര ഒരു മാലാഖയാണ്. അപ്പോൾ ആ മാലാഖയെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പിൻ നമ്പർ മലേഷ്യയിലാണ്. മാലാഖയുടെ ഭൂമിയിലുള്ള പിൻ നമ്പറാണ് കേട്ടോ. അപ്പോൾ ഒരാൾ പറയാം മാലാഖയെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാലാഖയുടെ പേര് സുമിത്രയാണ്, അവരുടെ പിൻ നമ്പർ മലേഷ്യയിലാണ്. ഒന്നുമില്ല, മാലാഖ എന്ന് പറഞ്ഞാൽ മലാക്ക കടലിടുക്ക്, സുമിത്ര പിൻ നമ്പർ മലേഷ്യ. ഇതിൽ സുമിത്രയും മലേഷ്യയും, ഇന്തോനേഷ്യയിലെ സുമാത്രയെയും മലേഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് മലാക്ക കടലിടുക്ക്. മലാക്ക കടലിടുക്ക് പേര് സുമിത്ര, പിൻ നമ്പർ അത്. ഓക്കെ, കണക്ട് ചെയ്യുന്ന ഓഷ്യൻസിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. പിൻ, ആ പിയിലുണ്ട് പെസഫിക് ഇൻ ഇന്ത്യൻ ഓഷൻ. അങ്ങനെ പഠിച്ചോളൂ. അപ്പോ കണക്റ്റഡ് ആയ മാലാഖയായ സുമിത്രയുടെ പിൻ നമ്പർ മലേഷ്യയിലാണ്. മലാക്ക കടലിടുക്ക്, സുമാത്ര ഇന്തോനേഷ്യ, മലേഷ്യയുമായിട്ട് വേർതിരിക്കുന്ന കടലിടുക്കാണ്. അതിൽ ഏത് സമുദ്രം എന്ന് വെച്ചാൽ പിൻ നമ്പർ പി, പസഫിക് ഇൻ ഇന്ത്യൻ ഓഷൻ. ഓക്കെ, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കടലിടുക്കാണ് മാലാഖ എപ്പോഴും മുകളിലായിരിക്കും. മാലാഖയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ധാരാളം ദൂരം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നീളമായിട്ട് സങ്കല്പിച്ചോളൂ. ധാരാളം നീളം നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. മാലാഖ സ്വർഗത്തിലാണ്. അപ്പൊ ധാരാളം നീളം നമ്മൾ ദൂരത്തിന്റെ നീളമായിട്ട് കണ്ടോളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കടലിടുക്ക് മലാക്കയാണ്. ദാ കണ്ടോളൂ, മലാക്കയാണ്. ദാ മലാക്ക എവിടെയാണ്? ദാ മലേഷ്യയും ഇന്തോനേഷ്യയിലെ സുമാത്രയും തമ്മിൽ വേർതിരിക്കുന്നു. ലോങ്ങസ്റ്റ് കടലിടുക്കാണ്. ഓക്കെ ആണേ. അപ്പോ മലാക്കയെ കുറിച്ചിട്ട് അറിയാനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാലാഖ കാണണമെങ്കിൽ ഏറ്റവും കൂടുതൽ നീളം നിങ്ങൾ സഞ്ചരിക്കണം. എങ്കിൽ ഏറ്റവും വലിയ കടലിടുക്ക് ഏത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാലാഖയെക്കാളും വലുതാണല്ലേ ദേവി കോഡാണ് ദേവി. എങ്കിൽ ഡേവിസ് സ്ട്രെയിറ്റ്, ബിഗ്ഗസ്റ്റ് സ്ട്രെയിറ്റ് ഇൻ ദ വേൾഡ്, ഡേവിസ് സ്ട്രെയിറ്റ്. ഓക്കെ, ഏറ്റവും വലിയ കടലിടുക്ക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേവിസ് സ്ട്രെയിറ്റ്. ഈ ഡേവിസ് സ്ട്രെയിറ്റ് എവിടെയാണെന്ന് നോക്കാം. ബഫിൻ ബേയും ലാബ്രഡോർ സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, എങ്കിൽ നമുക്ക് നോക്കാം കോഡിലൂടെ. ഗ്രീൻലാൻഡിൽ പോയി കണ്ണടച്ചാൽ ദേവിയെ കാണാം. എങ്ങനെ? കിലുക്കത്തില് ലാലേട്ടൻ രേവതിയോട് പറയുമല്ലോ ജ്യോതിയെ കാണിച്ചു തരാമെന്ന്, ഇത് ദേവിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി പാവം പറ്റിക്കാനാണ് പോകുന്നത്. ഗ്രീൻലാൻഡ് മൊത്തം പുല്ലുള്ള, ആ സിനിമ ആലോചിച്ചാൽ മതി, ഒരു പുൽമേട് മൊത്തം പുല്ലുള്ള ഒരു ലാൻഡിൽ പോയി ഇവിടെ നിന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ, എങ്കിൽ ദേവിയെ കാണാം. കണ്ണടച്ച് പ്രാർത്ഥിച്ചു, അവസാനം ദേവിയും വന്നില്ല, ഒരു തീയും വന്നില്ല. കണ്ണടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയാണ്. ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേവിസ് സ്ട്രെയിറ്റ് ആണ്. ഗ്രീൻലാൻഡിൽ പോയി കണ്ണടച്ചാൽ ഗ്രീൻലാൻഡിനെയും കാനഡയെയും തമ്മിൽ വേർതിരിക്കുന്നു. കണ്ണടച്ചാൽ ദേവിയെ കാണാം. ഡേവിസ് കടലിടുക്ക്.
ഏറ്റവും വലിയ കടലെടുക്ക് ഡേവിസ് ആണ്. ഏറ്റവും നീളം സഞ്ചരിക്കണം നമ്മൾ മാലാഖയെ കാണണം എന്നുണ്ടെങ്കിൽ, അതുപോലെ എങ്കിൽ ദേവിയാണ് മാലാഖയിലും കുറച്ചും കൂടെ വലുത്. അപ്പോൾ ബിഗ്ഗസ്റ്റ് ദേവിയാണ്. ഓക്കെ, കണക്ട് ചെയ്യുന്നത് ബഫിൻ ബേയും ലാബ്രഡോർ സീയുമാണ്. ഇങ്ങനെയും കൂടെ ആലോചിച്ചോളൂ. ഗ്രീൻലാൻഡിൽ പോയിട്ട് അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, അതും തുറന്നു കൊടുത്തിട്ടാണ് കണ്ണടയ്ക്കാൻ വേണ്ടി പറഞ്ഞത്. അതാണ് ലാബ്രഡോർ സീ, ദേവിയെ കാണാൻ. ബഫിൻ ബേയും ലാബ്രഡോർ സീയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഗ്രീൻലാൻഡ്, കാനഡ. ഗ്രീൻലാൻഡിൽ പോയി കണ്ണടച്ച് കഴിഞ്ഞ് ഒരു ഡോർ തുറന്നിട്ട് കണ്ണടച്ചിട്ട് നേരെ നോക്കി തൊഴുതി കഴിഞ്ഞ് ദേവിയെ കാണാമെന്ന് കോഡിലൂടെ ആലോചിക്കൂ. അപ്പോൾ ഓക്കെ ആണേ, നമ്മള് മലാക്ക സ്ട്രേറ്റും ഡേവിസ് സ്ട്രേറ്റും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത സ്ട്രേറ്റിലേക്ക് പോവാം. സുണ്ട സ്ട്രേറ്റ്. ഇത് ഇന്തോനേഷ്യയിലെ സുമാത്രയും അവിടെ തന്നെയുള്ള ജാവയും തമ്മിൽ വേർതിരിക്കുന്നു. കണക്ട്സ് ജാവ സീ ആൻഡ് ഇന്ത്യൻ ഓഷൻ. ഓക്കെ, അപ്പോൾ അതേ മാലാഖയുടെ കഥയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാലാഖ വന്നിട്ട് ഒരു വലിയ ഒരു വഴക്കുണ്ടാവുകയാണ്. വഴക്കെന്ന് പറഞ്ഞാൽ തമിഴിൽ സൺഡേ എന്നല്ലേ പറയുന്നത്. ആ സൺഡേയിൽ ആ സുമിത്ര ചാവും കോടാണേ. ഓക്കെ, അപ്പോൾ സൺഡേയിൽ സുമിത്ര ചാവും. സുണ്ട സ്ട്രേറ്റ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ സണ്ട. സുമിത്ര ചാവും, സുമാത്ര ചാവും, ജാവ. രണ്ടും ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇന്തോനേഷ്യ പേരുമായിട്ട് കണക്ട് ചെയ്തോ. ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, ഇതിലുള്ള ചാവും ജാവയും ഉണ്ട്. ജാവ സീയെയും ഇന്ത്യൻ ഓഷനെയും കണക്ട് ചെയ്യുന്നു. സുമാത്ര ചാവും, എന്ത് സൺഡേയിൽ സുമാത്ര ചാവും. സുണ്ട കടലെടുക്ക് സുമിത്ര ചാവും എന്നാണ്. സുമിത്ര ചാവും, മാലാഖയാണ് സുമിത്ര. അത് മറ്റതിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അവര് വന്നിട്ട് സൺഡേയിൽ സുമിത്ര ചാവും. സുണ്ട കടലെടുക്ക് സുമാത്ര ചാവും. ജാവ ഇന്തോനേഷ്യയിലാണ്. ഏതൊക്കെ ഇന്തോനേഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ ഓഷൻ മനസ്സിൽ വരണം. ജാവ ഉണ്ട്, ആ ജാവാസിയെയും ഇന്ത്യൻ ഓഷനെയും കണക്ട് ചെയ്യുന്നു. ഓക്കെ ആണേ. ഇത് തന്നെയാണ്, നോക്കിക്കോളൂ. ഇവിടെയാണ് കേട്ടോ ജാവ. ഇവിടെ താഴെയാണ്. ഇത് സുമാത്രയും ജാവയും തമ്മിൽ വേർതിരിക്കുന്നു. ഓക്കെ, ഇന്ത്യൻ ഓഷൻ, ജാവ സീ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ കറക്റ്റായിട്ട് ഇതാണ് സുണ്ട സ്ട്രേറ്റ്. സുമാത്ര, ഇവിടെ ജാവ. ഇതിൽ നേരെ കണ്ടുകൂടെ, ഇതിൽ താഴെയായിട്ടാണ് വരുന്നത്. ഇവിടെ വ്യക്തമായിട്ട് നമ്മുടെ മലാക്ക കടലിടുക്ക് കൊടുത്തിട്ടുണ്ട്. സുണ്ട കടലിടുക്കിന്റെ മുകളിലാണ് മലാക്ക. മലേഷ്യയും സുമാത്രയും തമ്മിൽ ഇവിടെ വേർതിരിക്കുന്നു. സുമാത്രയുടെ സൗത്ത് വരെയാണെന്നുണ്ടെങ്കിൽ ജാവയും സുമാത്രയും വേർതിരിക്കുന്നത് സുണ്ട. അതിന്റെ മുകളിലാണെങ്കിൽ മലാക്ക. മനസ്സിലായിട്ടുണ്ടേ? കോഡൊക്കെ കണക്ട് ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത കടലിടുക്ക് നോക്കാം. ബെറിംഗ് സ്ട്രേറ്റ് അമേരിക്കയും റഷ്യയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. ഇത് റഷ്യ, ഇത് അമേരിക്ക. ഇവിടെയാണ് ബെറിംഗ് സ്ട്രേറ്റ് വരുന്നത്. എങ്കിൽ ചുമ്മാ കോഡ് രൂപേണ പറയുകയാണ്. നമുക്കിത് ചെറിയൊരു കാര്യത്തിലൂടെ പഠിക്കാം. അമേരിക്കയും റഷ്യയും ബദ്ധവൈരികളാണല്ലേ. എങ്കിൽ നോക്കിക്കോളൂ, അമേരിക്കയും റഷ്യയും തമ്മില് ദിനവും തെറിവിളി, അത് ഒരു പാർക്കിൽ വെച്ചാണ് എന്ന് ആലോചിക്കൂ. അതാണ് ബെറിംഗ് സ്ട്രേറ്റിനെ തെറി സ്ട്രേറ്റ് എന്ന് പഠിച്ചോളൂ. തെറി എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? ലോകത്തുള്ള രണ്ട് ബദ്ധവൈരികളായിട്ടുള്ള രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും തമ്മില് തെറിവിളി ദിനവും എന്നാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന സ്ട്രേറ്റ് ബെറിംഗ് സ്ട്രേറ്റ് ആണ്. അമേരിക്കയും റഷ്യയും തമ്മില് ദിനവും തെറിവിളിയാണ്. അത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന സ്ട്രേറ്റ് ബെറിംഗ് ആണ്. ചോദ്യമാണ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു പാർക്കിൽ വെച്ചിട്ട് ഇവരുടെ തെറിവിളി കാണും. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിരുന്നിട്ട് ഈ തെറിവിളി കേൾക്കും എന്നാലോചിച്ചോ. പാർക്ക്, അതിലുണ്ട് പസഫിക് ഓഷൻ ആണ്. പാർക്കിലെ AR, പാർക്കല്ലേ PAR എന്നല്ലേ വരുന്നത്. അതിലെ AR ആർട്ടിക് ഓഷൻ. ഓക്കെ, ഈ പിയും ഈ ARഉം പാർക്ക് എന്ന് വെച്ചോളൂ, എന്ന് പഠിച്ചോളൂ. അതിലെ P പസഫിക്, AR ആർട്ടിക് ഓഷൻ. ഓക്കെ, അപ്പോ ഒന്നുമില്ല. ബെറിംഗ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി എന്ന് മനസ്സിൽ വരൂ. തെറി എന്ന് പറയുമ്പോൾ രണ്ട് ബദ്ധവൈരിയായിട്ടുള്ള രാജ്യങ്ങളാണ്. ഒന്ന് അമേരിക്ക, ഒന്ന് റഷ്യ. അമേരിക്കയ്ക്കും റഷ്യയുടെയും ഇടയിൽ കൂടെ കടന്നു പോകുന്നു. ദിനവും തെറിവിളിയാണ്.
ദിനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നു. ഈ തെരുവിളി കാണാൻ വേണ്ടിയിട്ടായിട്ട് ആൾക്കാര് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടുത്തെ പാർക്കിൽ പോയി നിന്നിട്ട് നോക്കും. നല്ല രസമുണ്ട് കേൾക്കാൻ അല്ലേ? അപ്പോ പാർക്ക് എന്ന് പറയുമ്പോൾ പി അറ്റ്ലാന്റിക്, ആർ എന്ന് പറഞ്ഞാൽ ആർട്ടിക്. ഓക്കെ ആണേ? അപ്പോ ദാ ഇത്രയേ ഉള്ളൂ. ദാ ഇവിടെയാണ് റഷ്യ കൊടുത്ത സ്ഥലമാണ് ഈ അലാസ്ക. ഈ അലാസ്കയും ദാ ഇവിടെ അമേരിക്കയുടെ, ഞാൻ പറഞ്ഞില്ലേ 50ാമത്തെ സ്റ്റേറ്റ്, ഏറ്റവും വലിയ സ്റ്റേറ്റ്, ദാ അതിനും റഷ്യക്കും ഇടയിലാണ് ദാ ഈ ബെറിങ് കടലിടുക്ക്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. ജിബ്രാൾട്ടർ സീ. ഓക്കെ, ജിബ്രാൾട്ടർ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. ജിംബ്രൂട്ടൻ എന്ന് പഠിച്ചു. ആഫ്രിക്കക്കാരനായ ജിംബ്രൂട്ടൻ ഒരു മെടിയിട്ട് യൂറോപ്പിന്റെ അറ്റത്ത് പോയി. ഓക്കെ, ആഫ്രിക്കക്കാരനായ ജിംബ്രൂട്ടൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഓക്കെ, ജിംബ്രൂട്ടൻ മെടിയാണ് ഇടുന്നത്. മെടിയും ഇട്ടിട്ട് യൂറോപ്പല്ലേ, കുറച്ച് പരിഷ്കാരം വരട്ടെന്ന് കരുതി ഇവിടുന്ന് മെടിയൊക്കെ ഇട്ടിട്ട് യൂറോപ്പിന്റെ അറ്റത്ത് പോയി. അറ്റത്ത് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിരിക്കും, എന്തുടാ ഇപ്പം മെടിയൊക്കെ ഇട്ടിട്ട് വരുന്നു. അപ്പോ അയാൾക്ക് പെയിൻ തോന്നും. അത്രേ ഉള്ളൂ. സ്പെയിനാണ് ഇവിടെ സ്പെയിനിനെയും ആഫ്രിക്കയുടെ പെയിൻ തോന്നുമ്പോഴത്തേക്കും അയാൾ എന്ത് ചെയ്യും? ചെറയും. തമിഴിൽ മുറയ്ക്കും എന്ന് പറയും. മുറയ്ക്കും. സ്പെയിനിനെയും മൊറോക്കയും തമ്മിൽ വേർതിരിക്കുന്നു. ഓക്കെ, ജിബ്രാൾട്ടർ കടലിടുക്ക്. ഏതൊക്കെ വൻകരകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഓക്കെ, കോഡ് നോക്കിക്കോളൂ. ആഫ്രിക്കക്കാരനായിട്ടുള്ള ജിംബ്രൂട്ടൻ മെടിയും ഇട്ട് യൂറോപ്പിന്റെ അറ്റത്ത് പോയി. അറ്റത്ത് അതിലുണ്ട് അറ്റ്ലാന്റിക് സമുദ്രം. മെഡിറ്ററേനിയനെയും അറ്റ്ലാന്റിക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ മെഡിറ്ററേനിയൻ തന്നെയുണ്ട്. ആ മെഡിറ്ററേനിയൻ അറ്റ്ലാന്റിക്കും. ജിബ്രാൾട്ടർ ആഫ്രിക്കക്കാരനായിട്ടുള്ള ജിംബ്രൂട്ടൻ മെടിയും ഇട്ട് യൂറോപ്പിന്റെ അറ്റത്ത് പോയി. അപ്പോ ആഫ്രിക്കയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ജിബ്രാൾട്ടർ മെടിയും ഇട്ടിട്ട് അറ്റത്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയനും അറ്റത്ത് അറ്റ്ലാന്റിക്കിലെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അവിടെ പോകുമ്പോഴത്തേക്ക് ഉണ്ടായത്, അയാൾ പരിഷ്കാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെടിയിട്ടിട്ട് യൂറോപ്പിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും കളിയാക്കിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പെയിൻ തോന്നിയപ്പോഴത്തേക്കും ചെറയും. തമിഴ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുറയ്ക്കും. ഓക്കെ, അപ്പൊ മൊറോക്കയെയും സ്പെയിനിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഓക്കെ, കണക്ട് ചെയ്യുന്നത് മെഡിറ്ററേനിയനെയും അറ്റത്ത് അറ്റ്ലാന്റിക്കിനെയുമാണ്. ആര്? ആഫ്രിക്കക്കാരനായിട്ടുള്ള ജിംബ്രൂട്ടനാണ് യൂറോപ്പിൽ പോയത് പരിഷ്കാരിയാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആഫ്രിക്കയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഓക്കെ ആണേ? മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ബോസ്ഫറസ് സ്ട്രെയിറ്റ്. അപ്പോ ബോസ്ഫറസ് സ്ട്രെയിറ്റ് ഇതാണ് സുഹൃത്തുക്കളെ ബോസ്ഫറസ് സ്ട്രെയിറ്റ്. ഇത് വേർതിരിക്കുന്നത് എന്തിനേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ബോർഡർ തുർക്കിയാണ്. ഓക്കെ, യൂറോപ്പിന്റെ രോഗി എന്നറിയപ്പെടുന്ന തുർക്കിയല്ലേ? ആ തുർക്കിയിലാണ്. സഞ്ചാരത്തില് ഈ തുർക്കിയെ കുറിച്ചിട്ടുള്ളൊരു എപ്പിസോഡിൽ ഇത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ഏഷ്യയുടെയും ആ യൂറോപ്പിന്റെ ആ ബോർഡറിൽ തുർക്കിയിലെ ഈ ബോസ്ഫറസ് കടലിടുക്ക് ഭയങ്കര ഭംഗിയാണ്. ഓക്കെ, നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോ ബോസ്ഫറസ് കടലിടുക്ക് ഇവിടെയാണ്. ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നു. കറക്റ്റായിട്ട് തുർക്കിയിലാണ്. തുർക്കിയെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നു. അതിന്റെ കോഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മെടിയിട്ട ബോസ് തുറിച്ചു നോക്കിയെന്നാണ്. ഇത് മറ്റേതിൽ ജിംബ്രൂട്ടനായിരുന്നു ഇവിടെ നിന്ന് മെടിയിട്ടിട്ട് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മെടിയിട്ടിട്ട് ഒരു ബോസ് വരെയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്നിട്ട് ഇയാളെന്താ ഈ കോലത്തിലൊന്ന് നോക്കിയപ്പോഴത്തേക്കും ബോസ് ആണാണ് കേട്ടോ. പെട്ടെന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ തുറിച്ചു നോക്കി. ജിംബ്രൂട്ടൻ മുറച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്കും ബ്ലാക്ക് മെടിയിട്ട ബോസ് തുറിച്ചു നോക്കി. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ബ്ലാക്ക് സീയെയും മെഡിറ്ററേനിയൻ സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബോസ്ഫറസ് ആണ്. ബ്ലാക്ക് മെടിയിട്ട ബോസ്ഫറസ്, ബ്ലാക്ക് സീ, മെഡിറ്ററേനിയൻ, ബോസ്ഫറസ്. തുറിച്ചു നോക്കി എന്നാണ്. തുറിച്ചു നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ തുർക്കിയാണ്. തുർക്കിയും തുറിച്ചു നോക്കി നമ്മൾ ഏഷ്യക്കാരാണ് കേട്ടോ. അപ്പോ തുർക്കിയെയും ഏഷ്യയും. ഓക്കെ, ഏഷ്യയും യൂറോപ്പിനെയും. ഓക്കെ, ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ബോർഡറാണ് തുർക്കി. അപ്പോ തുർക്കിയെയും ഏഷ്യയും തമ്മിൽ വിഭജിക്കുന്നു എന്ന് പഠിച്ചോളൂ. ബോസ്ഫറസ്,
ബ്ലാക്ക് മെഡിയിലാണ് ബോസ് ഇട്ടിരിക്കുന്നത്. അത് കണ്ട് ചിരിച്ചപ്പോൾ നമ്മൾ ഏഷ്യക്കാരെ പുള്ളി തിരിച്ചു നോക്കി. ഓക്കെ, ബ്ലാക്ക് മെഡി, ബ്ലാക്ക് സീ മെഡിറ്ററേനിയൻ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഏഷ്യക്കാരെ തുറച്ചു നോക്കി, ഏഷ്യയുടെയും തുർക്കിയുടെയും ഇടയിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കടലിടുക്ക് നോക്കാം. ഇംഗ്ലീഷ് ചാനൽ. ഇതാണ് സുഹൃത്തെ ഇംഗ്ലീഷ് ചാനല്. ഇത് ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും രണ്ടായിട്ട് വേർതിരിക്കുന്ന ചാനലാണ്. ഓക്കെ, ഇംഗ്ലീഷ് ചാനല് നീന്തിക്കിടന്ന ഇന്ത്യൻ വനിത ആരതി സാഹ വളരെ സാഹസപൂർവമായിട്ട് അവർ നീന്തിക്കടന്നു. എങ്കിൽ ജിബ്രാൾട്ടർ നീന്തിക്കടന്നത് ഇന്ത്യൻ വനിത ആരതി പ്രധാനാണ്. ആരതി പ്രധാൻ ജിബ്രാൾട്ടർ മെഡിറ്ററേനിയന്റെ താക്കോൽ എന്നറിയപ്പെടുന്നു. ആ താക്കോൽ തേടിയാണ് ആരതി പ്രധാനപ്പെട്ട താക്കോലാണ്. അത് തേടി ആരതി യാത്രയായി. എങ്കിൽ ഇംഗ്ലീഷ് ചാനൽ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഓ, അത്ര വലിയ സംഭവമാണോ? എങ്കിൽ ഞാൻ നീന്തി കാണിച്ചു തരാന്ന് പറഞ്ഞ് സാഹസപ്പെട്ട് ഒരു ആരതി സാഹ നീന്തി. ഓക്കെ, അപ്പോ നമുക്കിതിന്റെ കോഡായിട്ടൊന്നുമില്ല, ചെറുതായ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ചാനലാണ്. ഇതൊരു TV ചാനലാണെന്ന് കരുതിക്കോളൂ. BBC പോലെ, BBC രാജസ്ഥാൻ ലണ്ടനിലല്ലേ, അതുപോലെ ഒരു TV ചാനൽ. ഇംഗ്ലീഷ് ചാനലിന്റെ പുതിയ ഫ്രാഞ്ചൈസി തുടങ്ങി. അതാണ് ഫ്രാൻസിലാണ്. ഇംഗ്ലീഷ് ചാനൽ ഫ്രാഞ്ചൈസി എന്ന് ആലോചിക്കൂ. അപ്പോൾ ഇംഗ്ലണ്ട് ചാനലിന്റെ ഫ്രാഞ്ചൈസി ഫ്രാൻസ് ആണ്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് ചാനൽ വേർതിരിക്കുന്നത് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയുമാണ്. കൺഫ്യൂഷൻ ഇല്ലേ? അപ്പോ അടുത്തതിലോട്ട് പോവാം. പാക് സ്ട്രെയിറ്റ്. ഓക്കെ, പറയേണ്ട കാര്യമില്ല. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലൂടെ കടന്നു പോകുന്നതാണ് പാക് സ്ട്രെയിറ്റ്. ഓക്കെ, ഇവിടെയാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലൂടെ പാക് സ്ട്രെയിറ്റ്. ഓക്കെ, അടുത്തതായിട്ട് കുക്ക് സ്ട്രെയിറ്റ് ഒന്നുമില്ല. ഓക്കെ, ന്യൂസിലാൻഡിലെ നോർത്ത് ആൻഡ് സൗത്ത് ന്യൂസിലാൻഡിനെ തമ്മിൽ വേർതിരിക്കുന്നത് കുക്ക് സ്ട്രെയിറ്റ് ആണ്. ഇവിടെയും നോർത്ത് ആൻഡ് സൗത്ത് ന്യൂസിലാൻഡിനെ തമ്മിൽ വേർതിരിക്കുന്നത് കുക്ക് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ കുക്കിന് താങ്ക്സ് പറഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുക്കും അല്ലേ. ഒരു പുതിയ കുക്ക് വന്നിട്ടുണ്ട്, ന്യൂ കുക്ക് നല്ല രീതിയിൽ ഭക്ഷണം വെച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? താങ്ക്സ് പറഞ്ഞിട്ട് പൈസ കൊടുക്കും. ന്യൂസിലാൻഡ് കുക്ക് കടലെടുക്ക് ന്യൂസിലാൻഡിന്റെ നോർത്തിനെയും സൗത്തിനെയും വടക്കിനെയും തെക്കിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഓക്കെ, ന്യൂ കുക്കിന് നമ്മൾ എന്താ പിന്നെ ചെയ്യുക? താങ്ക്സ് പറഞ്ഞിട്ട് പൈസ കൊടുക്കും. അപ്പോൾ ഏതൊക്കെ കടലിനെയും ഓഷനെയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക്സ്. താസ്മാൻ സിയെയും പൈസ കൊടുക്കും. പസഫിക് ഓഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ന്യൂ കുക്ക് കടലെടുക്കെന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡിലാണ്. ന്യൂസിലാൻഡിന്റെ വടക്കിനെയും തെക്കിനെയും തമ്മിൽ വേർതിരിക്കുന്നു. താങ്ക്സ് പറഞ്ഞിട്ട് പൈസ കൊടുക്കും. താസ്മാൻ സിയും പസഫിക് ഓഷനെയും തമ്മിൽ കണക്ട് ചെയ്യും. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് മെഗല്ലൻ ഓഷൻ. അപ്പോൾ നമ്മള് സെക്കൻഡ് വീഡിയോ അതില് പനാമ കനാലിനെ കുറിച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ സൗത്ത് ഭാഗത്തായിട്ട് ചിലിയാണ് മെഗല്ലൻ ചിലപ്പോഴൊക്കെ പല്ല് തേക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. മെഗല്ലൻ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് മെഗല്ലൻ കടലെടുക്ക്. ഇവിടെ ചിലിയാണ്. ഓക്കെ, ഈ ഭാഗത്താണ് മെഗല്ലൻ കടലെടുക്ക്. മെഗല്ലൻ ചിലപ്പോഴൊക്കെ പല്ല് തേക്കാൻ പോകും എന്ന് നമ്മൾ അതിൽ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഗല്ലൻ ചിലപ്പോൾ ചിലി. ഓക്കെ, മെഗല്ലൻ കടന്നു പോകുന്നത് ചിലിയുടെ ഇടയിലൂടെയാണ്, ചിലിയുടെ സൗത്ത് ഭാഗത്തൂടെയാണ്. പല്ല് പി പസഫിക്. ഓക്കെ, പല്ല് എല്ല് അറ്റ്ലാന്റിക്. ഓക്കെ, മനസ്സിലായോ? അപ്പോ മെഗല്ലൻ കടലെടുക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ ചിലിയുടെ സൗത്ത് ഭാഗത്താണ്. മെഗല്ലൻ ചിലപ്പോഴൊക്കെ പല്ല് പസഫിക് അറ്റ്ലാന്റിക്. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പൊ ഇത്രയുമാണ് സുഹൃത്തുക്കളെ കടലിടുക്കിൽ നിന്നുള്ള നമ്മൾ നോക്കേണ്ട സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, മാക്സിമം ഇതിന് പുറത്തുനിന്ന് പരീക്ഷയിൽ ചോദിക്കത്തില്ല. കടലെടുക്കുകളെ കുറിച്ചിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്, സൈനിങ് ഓഫ്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.